മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അലീനയെ കാണുവാൻ കുളത്തുപുഴയിൽ പോയിട്ട് വന്ന ബാലചന്ദ്രമേനോനെ വൈജയന്തി കണക്കിന് ശകാരിക്കുന്നുണ്ട്. കടയിലേക്കെന്ന് പറഞ്ഞ് രാവിലെ പോയ ആൾ കടയിൽ 10 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എവിടെ പോയി എന്നുള്ളതായിരുന്നു വൈജയന്തിക്ക് അറിയേണ്ടിയിരുന്നത്. അതിനുള്ള മറുപടി ബാലചന്ദ്രമേനോൻ പറയുന്നു, ഞാൻ കുളത്തുപുഴ വരെ പോയതാണ്. കുളത്തുപുഴയിൽ എന്തിനു പോയി എന്നുള്ള ചോദ്യത്തിന് രോഹിത്താണ് ബാലചന്ദ്രമേനോനോട് മറുപടിയായി സംസാരിക്കുന്നത്. അലീന ചേച്ചിയെ കാണാൻ പോയി എന്ന് അച്ഛനങ്ങ് തുറന്നു പറയരുതോ? അത്രയും കേട്ടപ്പോഴേക്കും വൈജയന്തിയുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ബാലചന്ദ്രനെയും അലീനയും ചേർത്തുകൊണ്ട് അവിഹിത കഥകളുടെ കെട്ടുകൾ അവർ അഴിക്കുവാൻ തുടങ്ങി. അലീനയുടെ നിലവിലുള്ള സാഹചര്യത്തെക്കുറിച്ചും അലീനയും ബാലചന്ദ്രനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും തൻ്റെ മക്കളുടെ മുൻപിൽ വെച്ച് ഇപ്പോൾ തുറന്നു പറയണം എന്ന് പറഞ്ഞ് ബാലചന്ദ്രമേനോനെ പരമാവധി വൈജയന്തി വെല്ലുവിളിക്കുന്നുണ്ട്. അയാളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. എന്നിട്ടും അതിരി കടന്ന് ഒന്നും സംസാരിക്കാതെ എല്ലാ ക്ഷോഭവും ഉള്ളിലൊതുക്കി അയാൾ തൻ്റെ മുറിയിലേക്ക് കടന്നുപോയി. പക്ഷേ അലീനയെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തുവാൻ, പ്രത്യേകിച്ച് അലീനയുടെ അഡ്രസ്സ് ബാലചന്ദ്രമേനോൻ പരസ്യമാക്കാതിരുന്നത് കൊണ്ട് മക്കൾക്ക് 3 പേർക്കും വീണ്ടും സംശയമുണ്ടായി. അന്ന് രാത്രിയിൽ തന്നെ ബാലചന്ദ്രമേനോന്റെ മുറിയിലേക്ക് രോഹിത് കയറി ചെന്നിട്ട് അച്ഛൻ മറച്ചു വെച്ചിരിക്കുന്ന സത്യങ്ങൾ തുറന്നു പറയുവാൻ വേണ്ടി അയാളെ നിർബന്ധിക്കുകയാണ്. കാര്യങ്ങൾ അമ്മ പറയുന്നത് പോലെയാണോ, അതോ അതിനപ്പുറത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യങ്ങളുണ്ടോ? പ്രധാനമായും 3 കാര്യങ്ങളായിരുന്നു രോഹിത്തിന് അറിയേണ്ടിയിരുന്നത്. അതിലൊന്നാമത്തേത്, എന്തുകൊണ്ടാണ് അലീന ചേച്ചി താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ അച്ഛൻ കൊണ്ടുപോകാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അലീന ചേച്ചിയുടെ അഡ്രസ്സ് ഞങ്ങൾക്ക് അച്ഛൻ നൽകാതിരിക്കുന്നത്? 3, അമ്മ മടങ്ങിയെത്തിയിട്ടും എന്തുകൊണ്ടാണ് അച്ഛൻ അമ്മയുടെ മുറിയിലേക്ക് പോകുവാൻ മടിച്ച് ഈ മുകളിലത്തെ മുറിയിൽ തന്നെ താമസിക്കുന്നത്? രോഹിത് അവസാനം ചോദിച്ച ചോദ്യത്തിന് ആദ്യം തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രമേനോൻ ആരംഭിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ പഴയതുപോലൊരു ജീവിതം ഇനി സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഞാൻ താഴേക്ക് വരാത്തത്. രോഹിത് ഒരു ഞെട്ടലോടെ ചോദിക്കുകയാണ്, ഒരിക്കലും സാധ്യമല്ല. ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ അച്ഛൻ ക്ഷമിക്കണം. അലീന ചേച്ചിയുമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. അതെന്താണെന്ന് അച്ഛന് എന്നോട് പറയാൻ പറ്റുമോ? പറയാം. ബാലചന്ദ്രമേനോൻ കൈത്തലങ്ങൾ കൂട്ടിത്തിരുമി. എന്നിട്ട് പറയുകയാണ്, നിന്നെ വിശ്വസിച്ചാണ് ഞാനിത് പറയാൻ പോകുന്നത്. നീയെങ്കിലും അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ടും. പക്ഷേ നിന്റെ മനസ്സിൽ നിന്നും അത് പുറത്തു പോകരുത്. ആ ഉറപ്പ് നീ എനിക്ക് തരണം. അച്ഛൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കവേ രോഹിത്തിന് നേരിയൊരു ഉൾഭയം വ്യാപിക്കുവാൻ തുടങ്ങി. സംസാരിച്ചു തുടങ്ങിയപ്പോൾ ബാലചന്ദ്രമേനോന് മനസ്സിലായി, താൻ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. രോഹിത്തിനോട് അത് തുറന്നു പറയാൻ മുഖവരയിടുകയും ചെയ്തു. എന്നിട്ട് ബാലേന്ദ്രൻ പറയുകയാണ്, എനിക്കിത് പറയുവാൻ നീ കരുതുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എൻ്റെ മകനോടാണല്ലോ സംസാരിക്കേണ്ടത്. അതിനെനിക്ക് ചില പരിമിതികളുണ്ടല്ലോ. അച്ഛന് അത്ര വിഷമമാണെങ്കിൽ അച്ഛനത് പറയണ്ട. പറയുന്നത് പോലെ തന്നെ വിഷമകരമാണ് പറയാതിരിക്കുന്നതും. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, നിനക്കത് അറിയാമല്ലോ. OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കാണാൻ കാത്തിരിക്കുന്ന രോഗിയെപ്പോലെയാണ് ഞാൻ. ഏത് നിമിഷവും വിളിക്കപ്പെട്ടേക്കാം. ഗ്യാരണ്ടി തീർന്നു. പെട്ടെന്ന് എൻ്റെ മരണം സംഭവിച്ചാൽ ഇക്കാര്യം ആരും അറിയാതെ പോകരുത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അച്ഛൻ എന്തിനാണ് ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? നിന്നോട് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല രോഹിത്തെ. അലീനയെക്കുറിച്ചും ജയന്തിയെക്കുറിച്ചുമാണ് എനിക്ക് പറയുവാനുള്ളത്. അച്ഛൻ ധൈര്യമായിട്ട് പറഞ്ഞു, ഞാൻ അച്ഛന് തന്ന വാക്ക് പാലിക്കും. അത് കേട്ടുകൊണ്ട് ബാലചന്ദ്രമേനോൻ കൈപ്പടങ്ങൾ വിടർത്തി അതിലേക്ക് നോക്കിയിരുന്നു. എന്നിട്ട് മുഖമുയർത്തി രോഹിത്തിനെ ഒന്ന് നോക്കി. എന്നിട്ട് പറയുക, നിനക്കറിയാമായിരിക്കും, എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഒരിക്കൽ കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിലെ ആശ്രിതരായിരുന്നു. അത് നിന്റെ അമ്മ എന്നെ താഴ്ത്തിക്കെട്ടാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. നീ അത് കേൾക്കാറുണ്ടല്ലോ. ആ കാലത്ത് എനിക്കൊരു മോഹമുണ്ടായി, ജയന്തിയെ കല്യാണം കഴിക്കണമെന്ന്. നന്നേ ചെറുപ്പമാണ് ഞാൻ, പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അക്കാലത്ത് എന്നെപ്പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു അതിമോഹമായിരുന്നു. അഹങ്കാരമാണെന്ന് പറയാം. ചെറിയ പ്രായമല്ലേ, ബുദ്ധിയും ബോധവും ഒന്നും വികസിച്ചിട്ടില്ല. എന്തായാലും ഞാൻ ആ ഇഷ്ടം പ്രകടിപ്പിക്കുവാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് അച്ഛൻ അവിടുത്തെ ജോലി ഉപേക്ഷിച്ചു. ഉള്ളതൊക്കെ വിറ്റുപെറുക്കി കൊല്ലപ്പള്ളിയിൽ നിന്നും കുടുംബസമേതം ഞങ്ങൾക്ക് സ്ഥലം വിടേണ്ടി വന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ഗൾഫിൽ പോയതും പൈസ ഉണ്ടാക്കിയതുമെല്ലാം. ഇത് കേട്ട് രോഹിത് മൂളുകയാണ്. നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ പഴയ വാശി വെച്ച് ജയന്തിയെ കല്യാണം ആലോചിച്ചു. ഒരു ബ്രോക്കറായിരുന്നു സഹായത്തിനുണ്ടായിരുന്നത്. ആദ്യം കുറേ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് ജയന്തിയുടെ അച്ഛനും ആങ്ങളമാരുമെല്ലാം സമ്മതം മൂളി. ജയന്തിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു എന്ന് പിൽക്കാലത്താണ് ഞാൻ അറിയുന്നത്. എന്തായാലും കൊല്ലപ്പള്ളിയിലെ ശിവേട്ടനും നീലഗിരിയിലെ ഗംഗേട്ടനും എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളുടെ കല്യാണം ഗംഭീരമായിട്ട് അങ്ങ് നടത്തി. രോഹിത് വീണ്ടും തലയാട്ടി കേൾക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രമേനോൻ, നീ ഒരു പക്ഷേ വിചാരിക്കുന്നുണ്ടാവും അച്ഛൻ ഈ പറയുന്നതും അലീനയും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതിനു മുൻപ് ഞാനും നിന്റെ അമ്മയും തമ്മിലുള്ള വിവാഹം നടക്കാനുണ്ടായ സാഹചര്യം പറഞ്ഞു വെച്ചു എന്ന് മാത്രം. എനിക്ക് മനസ്സിലായച്ച. അലീന ഇവിടെ ജോലിക്ക് വന്നതിന് ശേഷം ചില അനിഷ്ട സംഭവങ്ങളുണ്ടായി.
ജയന്തിയും ബബിതയും നീയുമെല്ലാം അവളോട് ശത്രുത പ്രഖ്യാപിച്ചു. അവൾക്കെതിരെ ഓരോരോ ദ്രോഹ പ്രവർത്തികൾ ഓരോ ദിവസവും ചെയ്തു തുടങ്ങി. കൊല്ലപ്പള്ളിയിലെ ശിവേട്ടന്റെ മകൻ ഹരിയും അതിൽ പങ്കുചേർന്നു. അവൻ അലീനയ്ക്കെതിരെ ചില നുണകളും പറഞ്ഞു പരത്തി. അവളോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണമെന്ന് വിചാരിച്ച് നീയും ഹരിയും കൂടി ഒരു കെണിയൊരുക്കി. രാവിലെ കോളേജിൽ പോയ നീ ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിലെത്തി. മുൻകൂട്ടി പ്ലാൻ ചെയ്തതിനനുസരിച്ച് ഹരിയും വന്നു ചേർന്നു. അലീനയ്ക്ക് ലെമൺ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തിക്കൊടുത്ത് അവളെ മാനഭംഗപ്പെടുത്തുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ പ്ലാൻ. ബാലചന്ദ്രൻ അത്രയും പറഞ്ഞപ്പോഴേക്കും രോഹിത്തിന്റെ മുഖം വല്ലാതെ വിളറി. അവന്റെ ശിരസ്സു താണു. കഴിഞ്ഞ കാര്യങ്ങളാണ്, നീ അതൊന്നും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നിന്നെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത്. അന്ന് അലീന കത്രികയെടുത്ത് തന്നെത്താൻ വയറ്റിൽ കുത്തിക്കയറ്റി ആത്മഹത്യാശ്രമം നടത്തിയതുകൊണ്ട് നിങ്ങളുടെ പ്ലാൻ അമ്പെ പാളിപ്പോയി. അലീന ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു. അപ്പോഴേക്കും രോഹിത് മനോവ്യഥയോടുകൂടി പറയുകയാണ്, അച്ഛാ, അന്നത്തെ അറിവില്ലായ്മ കൊണ്ടും അഹങ്കാരം കൊണ്ടും അങ്ങനെയെല്ലാം സംഭവിച്ചു പോയതാണ്. ഇനി അതൊക്കെ എന്തിനാ പിന്നെയും പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, പഴയ കാര്യം പറഞ്ഞത് നിന്നെ കുത്തിനോവിക്കാൻ വേണ്ടിയല്ല. ഇനിയും ഞാൻ പറയാൻ പോകുന്ന സംഗതിക്ക് ഈ ഓർമ്മപ്പെടുത്തൽ ആവശ്യമായതുകൊണ്ടാണ്. തുടർന്ന് ബാലചന്ദ്രമേനോൻ അവനെ സാന്ത്വനിപ്പിക്കും വിധം ശാന്തസ്വരത്തിൽ പറയുകയാണ്, അന്ന് ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചെത്തിയതിനു ശേഷവും നീയും വൈജയന്തിയുമെല്ലാം ഒരുതരം പ്രതികാര മനോഭാവത്തോടെയാണ് അലീനയോട് പെരുമാറിയത്. അതിൽ മനംനൊന്ത് അലീന ഈ വീട്ടിൽ നിന്നും പിരിഞ്ഞു പോകുവാൻ ആഗ്രഹിച്ചു. അവളുടെ സങ്കടങ്ങൾ വിവരിച്ചുകൊണ്ട് അവൾ എറണാകുളത്തുള്ള രേവതിക്കുട്ടിക്കൊരു കത്തെഴുതി. മറ്റാരും അറിയാൻ പാടില്ലാത്ത ചില സ്വകാര്യതകൾ ആ കത്തിലുണ്ടായിരുന്നു. അതിനാൽ രജിസ്റ്റേർഡ് പോസ്റ്റിലാണ് അത് അയച്ചത്. ആ സമയം രേവതിക്കുട്ടിയും മാമച്ചനും ഭാര്യയും ഒരു ടൂറിലായിരുന്നതിനാൽ ആ കത്ത് കൈപ്പറ്റാൻ കഴിഞ്ഞില്ല. അത് റീഡയറക്റ്റ് ചെയ്ത് തിരിച്ചിവിടേക്ക് തന്നെ വന്നു. മഴയുള്ളൊരു ദിവസം ജുവല്ലറിയിലേക്ക് പോകാൻ ഇറങ്ങി എൻ്റെ കയ്യിൽ പോസ്റ്റ്മാൻ തന്ന കത്തുകളിൽ അലീനയുടെ മടങ്ങിയെത്തിയ കത്തുമുണ്ടായിരുന്നു. ജുവല്ലറിയിൽ വെച്ച് ഞാനത് പൊട്ടിച്ചു നോക്കി. അപ്പോൾ രോഹിത്, അങ്ങനെയാണ് അച്ഛൻ ഞാനും ഹരിയും കൂടി നടത്തിയ പ്ലാനിങ്ങിനെ പറ്റി അറിഞ്ഞത് അല്ലേ? ഉവ്വ്. അലീന അതേപ്പറ്റിയെല്ലാം വിസ്തരിച്ച് രേവതിക്കുട്ടിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ശരി. ഞാനിതുവരെ വിചാരിച്ചിരുന്നത് അലീന ചേച്ചി തന്നെ അച്ഛനോട് ഇതെല്ലാം പറഞ്ഞു എന്നുള്ളതായിരുന്നു. അവളുടെ സ്വഭാവം നിനക്കറിയാമല്ലോ രോഹിത്തെ. ഞാൻ എത്രയൊക്കെ കുത്തി നോവിച്ചിട്ടും അവൾ ഒന്നും വിട്ടു പറഞ്ഞില്ല. അതവിടെ നിൽക്കട്ടെ, എനിക്ക് പറയാനുള്ള വിഷയം അതല്ല. നീയും ഹരിയും കൂടി നടത്തിയ ഗൂഢാലോചനയേക്കാൾ എന്നെ നടുക്കിയ മറ്റൊരു സംഗതി കൂടി ആ കത്തിലുണ്ടായിരുന്നു. ബാലചന്ദ്രമേനോൻ എന്ന മനുഷ്യൻ, അയാളുടെ അന്നേ വരെയുള്ള ജീവിതം, അയാൾ വെട്ടിപ്പിടിച്ചതും സ്വന്തമാക്കിയതുമായ സകല നേട്ടങ്ങളും എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായി അത് വായിച്ചപ്പോൾ രോഹിത് അത് കേട്ടുകൊണ്ട് ഒരു ജിജ്ഞാസയോടെ ചോദിക്കുകയാണ്, എന്തായിരുന്നു അച്ഛാ അലീന ചേച്ചി അതിൽ എഴുതിയിരുന്നത്? അത് പറയാം. പക്ഷെ ഞാൻ അറിഞ്ഞത് എന്താണോ അതിനൊരു സ്ഥിരീകരണം എനിക്ക് വേണമായിരുന്നു. ആരോടും ഒന്നും പറയാതെ ഞാൻ അന്ന് തന്നെ നീലഗിരിയിലേക്ക് പോയി. ഗംഗേട്ടനെ കണ്ടു. അദ്ദേഹമാണ് ഞാനും ജയന്തിയും തമ്മിലുള്ള വിവാഹം നടത്തുവാൻ കൂടുതൽ താല്പര്യം കാണിച്ചത്. ഗംഗേട്ടനോട് എനിക്ക് ഒരേ ഒരു ചോദ്യം മാത്രമേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. നിന്റെ അമ്മ ജയന്തി എന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നുവോ എന്ന്. ബാലചന്ദ്രമേനോന്റെ ആ വാക്കുകൾ കേട്ട് രോഹിത് അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി. അവൻ ചോദിക്കുകയാണ്, അച്ഛൻ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? സമചിത്തതയോടെ തന്നെയാണോ അച്ഛൻ ഇപ്പോൾ സംസാരിക്കുന്നത്? ഗംഗേട്ടൻ ഒഴിഞ്ഞു മാറുവാൻ ഒരു പഴുതുമില്ലായിരുന്നു. ഗംഗേട്ടൻ ആഗ്ര കന്റോൺമെന്റിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ജയന്തി കുറെ കാലം ഗംഗേട്ടനോടൊപ്പം താമസിച്ച് പഠിക്കുകയും അവിടെ ഒരു സ്കൂളിൽ ടീച്ചറായി ജോലി നോക്കുകയും ചെയ്തിരുന്നു. അക്കാലത്ത് ഗംഗേട്ടന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു സൈനിക ഓഫീസറുമായി ജയന്തി അടുപ്പത്തിലായി എന്നും ഡൽഹിയിലെ മിലിറ്ററി ക്വാർട്ടേഴ്സിലേക്ക് ഗംഗേട്ടൻ ട്രാൻസ്ഫറായി പോയപ്പോൾ ജയന്തി ഈ പറയുന്നയാൾക്കൊപ്പം കുറെ കാലം ഒന്നിച്ച് താമസിക്കുവാനിടയായി എന്നും ഗംഗേട്ടൻ അന്ന് എന്നോട് സമ്മതിച്ചു. രോഹിത് സ്തംഭിച്ചിരിക്കുകയാണ്. വാക്കുകൾ പൊട്ടിത്തെറിച്ച് ചീളുകളായി അവൻ്റെ തലച്ചോറിലൂടെ ചീറിപ്പായുന്നുണ്ട്. അവൻ്റെ മനസ്സിലെ വിഗ്രഹങ്ങൾ, ശിരസും കൈകാലുകളും മറ്റ് തകർന്ന് തരിപ്പണമാവുകയാണ്. രോഹിത്തെ, ഞാൻ പറയുന്നതൊക്കെ നിനക്ക് പെട്ടെന്നങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. വിശ്വസനീയമായ കള്ളങ്ങൾ ഉള്ളതുപോലെ തന്നെ അവിശ്വസനീയമായ സത്യങ്ങളുമുണ്ട്. ആത്മഹത്യ ചെയ്യണോ കൊലപാതകം നടത്തണോ എന്നറിയാത്ത ഭ്രാന്തമായൊരവസ്ഥയിൽ കൂടിയാണ് ആ ദിവസങ്ങൾ നിന്റെ അച്ഛൻ സഞ്ചരിച്ചത്. ഇനി അതിനേക്കാളൊക്കെ ഉപരി നിനക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത മറ്റൊരു സത്യം കൂടി ഞാൻ നിന്നോട് പറയാൻ പോവുകയാണ്. ഇത് പറഞ്ഞിട്ട് ബാലചന്ദ്രമേനോൻ ഒരു മാത്രം നിർത്തിയിട്ട് രോഹിത്തിന്റെ ഭഗ്നാശമായ മുഖത്തേക്കൊന്ന് നോക്കി. എന്നിട്ട് വീണ്ടും പറയുകയാണ്, അന്ന് നെയ്യാറ്റിൻകരയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് നിന്റെ അമ്മ പ്രസവിച്ച കുഞ്ഞ് യഥാർത്ഥത്തിൽ മരിച്ചു പോയിരുന്നില്ല. അതിനെ നിന്റെ അമ്മയുടെ വീട്ടുകാർ ഒരു അനാഥാലയത്തിൽ ഉപേക്ഷിച്ച് കളഞ്ഞു. അച്ഛൻ ആരെന്നറിയാതെ, അമ്മ ആരെന്നറിയാതെ, കൂടപ്പിറപ്പുകൾ ആരെന്നറിയാതെ ആ പെൺകുഞ്ഞ് അവിടെ വളർന്നു. 23 വർഷക്കാലം. അവളുടെ പേരാണ് മോനെ അലീന, നിന്റെ അമ്മ പ്രസവിച്ച മകൾ. ഒരു നിമിഷം രോഹിത്തിന്റെ ശ്വാസം നിലച്ചതുപോലെ ആയിപ്പോയി. അവന്റെ ശരീരത്തിലൂടെ അടിമുടി ഒരു വിറയൽ കടന്നുപോയി. അവന്റെ ഹൃദയത്തിലേക്ക് ക്ഷോഭിച്ചൊരു കടൽ മുഴുവനും ആഞ്ഞടിച്ചു കയറി. അവന്റെ ഹൃദയഭിത്തികളിലും ധമനികളിലും അലമാലകൾ ആഞ്ഞടിച്ച് ചിതറുവാൻ തുടങ്ങി. ബാലചന്ദ്രൻ തുടരുകയാണ്,
ജയന്തി സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞതിനു ശേഷം തന്നെയാണ് അലീന ഒരു വീട്ടുവേലക്കാരിയായി ഈ വീട്ടിലേക്ക് എത്തിയത്. നീ അവളുടെ അനുജനാണെന്നും ബബിതയും കൃഷ്ണമോളും അനുജത്തിമാരാണെന്നും അവൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളെ അവൾ ഇത്രയധികം സ്നേഹിച്ചത്. നിങ്ങൾക്ക് വേണ്ടി അവൾ പ്രാണൻ കളയാൻ പോലും സന്നദ്ധയായത്. രോഹിത് ശ്വാസം നിലച്ചതുപോലെ ഇരിക്കുകയാണ്. ഒന്ന് തൊട്ടാൽ പൂഴിമണ്ണ് പോലെ അവൻ പൊടിഞ്ഞു വീഴുമെന്നും ഒന്ന് ഊതിയാൽ അവൻ പഞ്ഞിത്തുണ്ട് പോലെ പറന്നു പോകുമെന്നും ബാലചന്ദ്രന് തോന്നി. പക്ഷെ ജയന്തിക്കറിയില്ല അലീന ജയന്തിയുടെ മകളാണെന്ന്. അവൾ പ്രസവിച്ച കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നോ ഒരു ഓർഫനേജിൽ അത് വളർന്നു വലുതായെന്നോ അവൾക്കറിയില്ല. രോഹിത്തിന്റെ കാതിനുള്ളിൽ ഒരു കൊടും ചുഴലിയുടെ ആരവം മാത്രം. അവന്റെ സ്മൃതി മണ്ഡപത്തിൽ കഴിഞ്ഞുപോയ ഓരോ രംഗങ്ങൾ ഇരമ്പിയാർത്തു വന്ന് കടപുഴകി വീഴുകയാണ്. അലീന ആദ്യമായി വീട്ടിലെത്തിയത്. ആ സമയത്ത് അവൻ അവളുടെ അടുക്കൽ പ്രകടിപ്പിച്ചിട്ടുള്ള ശൃംഗാര ചേഷ്ടകൾ, അവളുടെ നേർക്ക് കാണിച്ച വെറുപ്പും വിരോധവും, അവൾക്കെതിരെ നടത്തിയ ഗൂഢാലോചനകൾ, അവളെ തേജോവധം ചെയ്യുവാൻ വേണ്ടി കെട്ടിച്ചമച്ച അപവാദങ്ങളും ആരോപണങ്ങളും, ഒടുക്കം പ്രതികാര വ്യഗ്രതയോടെ അവളെ ബലാത്കാരം നടത്തുവാൻ ശ്രമിച്ച സംഭവങ്ങൾ. അപ്പോഴെല്ലാം അലീന ചേച്ചിക്ക് അറിയാമായിരുന്നു താൻ ചേച്ചിയുടെ സ്വന്തം സഹോദരനാണെന്ന്. നീലക്കിടക്കവിരിയിൽ മഷിത്തുള്ളികൾ വീണതുപോലെയുള്ള പാടുകൾ പതിയുന്നത് കണ്ട് ബാലചന്ദ്രമേനോൻ അമ്പരപ്പിൽ രോഹിത്തിന്റെ മുഖത്തേക്ക് നോക്കി. ട്യൂബിന്റെ വെളിച്ചം പിന്നിൽ നിന്നായതുകൊണ്ട് മുഖം ശരിക്ക് കാണുവാൻ വയ്യ. അവൻ തല താഴ്ത്തി പിടിച്ചിരിക്കുകയാണ്. കിടക്കവിരിയിലെ മഷിത്തുള്ളികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. ബാലചന്ദ്രമേനോൻ ഉടൻ തന്നെ അല്പം മുന്നോട്ടാഞ്ഞിരുന്ന് വല്ലായ്മയോടെ അവന്റെ തോളത്ത് കൈവച്ചു. രോഹിത്തെ, അവൻ മുഖം തെല്ലൊന്നുയർത്തി. ഇരു കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛാ, അച്ഛൻ ഇതുവരെ എന്നോടിതൊന്നും പറഞ്ഞില്ലല്ലോ. ആ ഒരൊറ്റ വാക്കിൽ അവൻ പൊട്ടിക്കരഞ്ഞുപോയി. ഒന്നും പറയാനുള്ള സമയമായിട്ടില്ലായിരുന്നു മോനെ. ഇപ്പോഴും നിന്നോട് മാത്രമേ ഞാനിത് പറഞ്ഞിട്ടുള്ളൂ. അച്ഛൻ അലീനയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് തെറ്റിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നോടിത് പറയുന്നത്. എനിക്ക് വല്ലതും സംഭവിച്ചു പോയാൽ അതിനു മുൻപ് നീയെങ്കിലും ഈ സത്യം അറിഞ്ഞിരിക്കണം എന്നെനിക്ക് തോന്നി. താങ്ങാൻ വയ്യാത്തിടത്തോളം തെറ്റിദ്ധാരണകൾ അച്ഛൻ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ഞാൻ മാത്രമല്ല, അലീനയും. അച്ഛനത് പറയണമായിരുന്നു. അലീന ചേച്ചിയോട് ഞങ്ങളെല്ലാവരും എന്തെല്ലാം ദ്രോഹങ്ങളാണ് കാണിച്ചത് അച്ഛാ. ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ? അമ്മ ഇതറിയുമ്പോൾ എങ്ങനെ സഹിക്കും? രോഹിത് ഏങ്ങലടിച്ച് കരയുകയാണ്. ബാലചന്ദ്രമേനോൻ ഒന്നും മിണ്ടാതെ അവൻ്റെ തോളത്ത് മെല്ലെ തട്ടിക്കൊണ്ടായിരുന്നു. രോഹിത് പെട്ടെന്ന് എഴുന്നേറ്റ് ഷർട്ടിൻ്റെ തുമ്പുയർത്തി കണ്ണു തുടച്ചുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയി. ബാലചന്ദ്രമേനോൻ ആശയക്കുഴപ്പത്തിൽപ്പെട്ടതുപോലെ അല്പനേരം കൂടി അവിടെ തന്നെ ഇരുന്നു. താൻ രോഹിത്തിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് വിഡ്ഢിത്തമായി പോയോ എന്നൊരു ശങ്കയോടുകൂടി അയാൾ മെല്ലെ എഴുന്നേറ്റു. പാസേജിലേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ രോഹിത്തിന്റെ മുറിയുടെ വാതിൽ ചാരിയിട്ടിരിക്കുന്നത് കണ്ടു. വാതിൽ മെല്ലെ തുറന്നു നോക്കി. മുറിക്കുള്ളിൽ ആരുമില്ല. അപ്പോഴാണ് അയാൾ കോണിപ്പടിയിൽ നിന്നും ഒരു തേങ്ങൽ കേട്ടത്. ബാലചന്ദ്രമേനോൻ ചെന്ന് നോക്കുമ്പോൾ രോഹിത് പടിയിലിരുന്ന് ഗ്രില്ലിലേക്ക് തല ചേർത്ത് വെച്ച് വിങ്ങി പൊട്ടുകയാണ്. ബാലചന്ദ്രൻ അരികെ ചെന്ന് അവനെ തൊട്ടു വിളിച്ചു. രോഹിത്തെ, എഴുന്നേറ്റ് വാ. അവൻ അനങ്ങാതെ അവിടെ ഇരുന്നു. ഇവിടെ ഇരുന്ന് കരയരുത്. ഉറങ്ങിക്കിടക്കുന്നവരും കൂടി എഴുന്നേറ്റ് വരും. വരാനല്ലേ പറഞ്ഞത്? അടക്കിയ സ്വരത്തിലുള്ള ബാലചന്ദ്രന്റെ ശബ്ദം കേട്ടുകൊണ്ട് രോഹിത് കണ്ണും കവളും തുടച്ചിട്ട് അവിടെ ഒന്നും എഴുന്നേറ്റു. ബാലചന്ദ്രമേനോൻ അവന്റെ തോളത്ത് കൈവച്ച് ചേർത്ത് പിടിച്ചു നടത്തി. രോഹിത്തിനെ അയാൾ അവന്റെ മുറിയിലെത്തിച്ചു. തുടർന്ന് ഒരു ചെറു ശാസനയോടുകൂടി ബാലചന്ദ്രൻ രോഹിത്തിനോട് പറയുകയാണ്, നീ ഇങ്ങനെ സില്ലിയായാൽ എങ്ങനെയാ? നാളെ ഒരിക്കൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണേണ്ടവനാണ് നീ. അച്ഛൻ എന്തുകൊണ്ടാണ് ഇത് മറച്ചു വെച്ചത്? ഗദ്ഗതം കൊണ്ട് രോഹിത്തിന്റെ തൊണ്ട അടഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമായിരുന്നടാ? അച്ഛനത് മുൻപേ തുറന്നു പറയാമായിരുന്നില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രശ്നം തീരുമായിരുന്നു അല്ലേ? അമ്മ മോളെ തിരിച്ചറിയുന്നു, സഹോദരങ്ങൾ ചേച്ചിയെ തിരിച്ചറിയുന്നു. നാടകം ശുഭം. പക്ഷെ അച്ഛനെപ്പറ്റി മാത്രം എൻ്റെ മോൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അച്ഛനും അലീന ചേച്ചിയെ ഇഷ്ടമല്ലേ? ഞങ്ങളെക്കാളൊക്കെ അലീന ചേച്ചിയെ അച്ഛൻ സ്നേഹിക്കുന്നില്ലേ? അത് അവൾ വൈജയന്തിയുടെ മകളായതുകൊണ്ടല്ല മോനെ. എൻ്റെ മക്കളുടെ ചേച്ചി ആയതുകൊണ്ടുമല്ല. അവളുടെ സ്നേഹവും നന്മയും സ്വഭാവ നൈർമല്യവും കണ്ടിട്ടുണ്ടായ ഇഷ്ടമാണ്. പിന്നെ 22 വർഷക്കാലം സത്യം മറച്ചുവെച്ച് അച്ഛൻ്റെ മുമ്പിൽ അഭിനയിച്ച അമ്മയെ അതേപടി അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും അച്ഛന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അലീന ജയന്തിയുടെ മകളാണെന്നുള്ള സത്യം എല്ലാവരും അറിഞ്ഞതിന് ശേഷം അച്ഛൻ നിങ്ങളോടൊപ്പം പിന്നെ ഈ വീട്ടിലുണ്ടാവില്ല. പിന്നെ എനിക്ക് നിന്റെ അമ്മയുടെ ഭർത്താവായി തുടരുവാൻ സാധിക്കുകയുമില്ല. നിന്റെ അമ്മയും ഒരുപക്ഷെ എൻ്റെ ഭാര്യാസ്ഥാനത്ത് നിന്ന് സ്വയം പിന്തിരിഞ്ഞു പോയെന്നിരിക്കും. നിങ്ങളുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ഇങ്ങനെയൊരു ഗുരുതരമായ പ്രതിസന്ധി നിങ്ങളുടെ മുൻപിലേക്ക് ഇട്ടു തന്നിട്ട് പരസ്പരം പിരിഞ്ഞു പോകുവാൻ അച്ഛൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നും തുറന്നു പറയാതിരുന്നത്. ഞങ്ങൾ തമ്മിൽ പരസ്പരം ഈ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവുകയുമില്ല. രോഹിത് കാര്യഗൗരവം വേണ്ടത്ര പിടികിട്ടാത്ത മട്ടിൽ അച്ഛൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അലീന ചേച്ചി ഇപ്പോൾ എവിടെയാണെന്ന് അച്ഛൻ പറഞ്ഞില്ല. അത് പറയാം. ജയന്തിയുമായി ആഗ്രയിൽ വെച്ച് അടുപ്പമുണ്ടായിരുന്നൊരു മിലിറ്ററി ഓഫീസറുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. കിട്ടിയ വിവരങ്ങൾ വെച്ച് ഞാൻ അയാളെപ്പറ്റി അന്വേഷിച്ചു. ആർമിയിൽ നിന്നും പിരിഞ്ഞ് അയാൾ ഇപ്പോൾ കുളത്തുപ്പുഴയിലാണ് താമസം.
റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ്. അയാളാണ് അലീനയുടെ അച്ഛൻ. ഞാൻ അവളെ സ്വന്തം അച്ഛൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ താമസിച്ചുകൊണ്ടാണ് അവൾ നിങ്ങളോട് ഫോണിൽ സംസാരിക്കുന്നത്. രോഹിത് ആശ്ചര്യത്തോടു കൂടി അച്ഛനെ നോക്കിയിരുന്നു. അമ്മ എന്നെങ്കിലും ഇത് അറിയണ്ടേ അച്ഛാ? ആ, അമ്മ ഇതറിയുന്നതാണ് നിനക്ക് പ്രാധാന്യമെങ്കിൽ ഇക്കാര്യം എല്ലാവരോടും നിനക്ക് പറയാം. ബബിതയെയും കൃഷ്ണമോളെയും കൊല്ലപ്പള്ളിക്കാരെയും അറിയിക്കാം. പക്ഷേ അച്ഛൻ നിങ്ങൾക്കൊപ്പം തുടരണമെന്നുണ്ടെങ്കിൽ അത് പാടില്ല. നിനക്ക് ഇഷ്ടമുള്ള തീരുമാനമെടുക്കാം. ആരോടും പറയില്ല എന്ന് നീ എനിക്ക് തന്ന വാക്കുപോലും നിനക്ക് ലംഘിക്കാം. അച്ഛാ, രോഹിത്തിൻ്റെ ഖണ്ഡമിടറി. അലീന ചേച്ചി ഈ വീട്ടിലല്ലേ താമസിക്കേണ്ടത്? നമ്മുടെ കൂടെ അല്ലേ? എന്നിട്ട് വേറെ എവിടെയോ കൊണ്ടുപോയി. എനിക്ക് നിന്നോട് ഇനി ഒന്നും പറയാനില്ല മോനെ. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയും നിനക്കുണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നീ ഈ രാത്രി ശാന്തമായി പോയി കിടന്നുറങ്ങ്. നേരം വെളുക്കുമ്പോൾ നിനക്കൊരു ഉത്തരം കിട്ടിയിരിക്കും. ബാലചന്ദ്രമേനോൻ വീണ്ടും അവൻ്റെ തോളത്ത് തട്ടിയിട്ട് മുറി വിട്ടിറങ്ങി. വാതിൽ ചാരി കിടക്കറയിലേക്ക് നടക്കുമ്പോൾ ഹൃദയഭാരം പാതി കുറഞ്ഞതുപോലെ അയാൾക്ക് തോന്നി. തൻ്റെ മകനിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഇനി അവനാണ് ആ ഭാരം ചുമക്കേണ്ടവൻ. പക്ഷെ രോഹിത്തിന് ഉറങ്ങുവാൻ കഴിയുന്ന രാത്രിയായിരുന്നില്ല അത്. അവൻ ചിലപ്പോൾ അസ്വസ്ഥനായി മുറിയിലൂടെ നടന്നു. മറ്റു ചിലപ്പോൾ നഖം കടിച്ചുകൊണ്ട് കിടക്കയിലിരുന്നു. ഒരു വേള അവൻ എഴുന്നേറ്റ് പോയി കമ്പ്യൂട്ടർ ഓൺ ചെയ്തു. അതിനുള്ളിലെ ഫോട്ടോകളുടെ ഫോൾഡർ എടുത്തു. അലീനയുമൊത്ത് അവൻ രേവതിക്കുട്ടിയുടെ വീട്ടിൽ പോയപ്പോഴത്തെ ചിത്രങ്ങളുടെ ഫയൽ തുറന്നു. അലീന ചേച്ചിയുടെ ഒരു ക്ലോസപ്പ് ചിത്രം സ്ക്രീനിൽ തെളിഞ്ഞു. താൻ ക്ലിക്ക് ചെയ്തതാണ്. ചുണ്ടുകളിൽ സ്നേഹലോലമായ പുഞ്ചിരിയും കണ്ണുകളിൽ വഴിഞ്ഞൊഴുകുന്ന സ്നേഹവാത്സല്യങ്ങളുമായി തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അലീന ചേച്ചി. അതിലേക്ക് നോക്കിയിരിക്കെ രോഹിത്തിന് വീണ്ടും കരച്ചിൽ വന്നു. ഹോ, ഞാൻ എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം അലീന ചേച്ചിക്ക് അറിയാമായിരുന്നല്ലോ സ്വന്തം അനുജനാണ് ഈ ക്രൂരതയെല്ലാം കാണിക്കുന്നതെന്ന്. ആരോടും പരാതി പറയാതെ എല്ലാം നിശബ്ദമായി സഹിച്ചില്ലേ? തെറ്റുകളിലേക്ക് താൻ കാലിടറി വീഴാതിരിക്കുവാൻ അലീന ചേച്ചിയുടെ ഒരു പ്രത്യേകമായ ശ്രദ്ധ തൻ്റെ മേലുണ്ടായിരുന്നുവെന്ന് ഇപ്പോഴവന് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. ഒരിക്കലൊരു പെൺകുട്ടിയെയും കൂട്ടി ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിലെത്തിയതും അലീന ചേച്ചി ഫോൺ ചെയ്ത് അച്ഛനെ വരുത്തിയത് അവന് ഓർമ്മ വന്നു. ഹരിശങ്കറിൻ്റെ പ്രലോഭനത്തിൽപ്പെട്ട് അന്തിനാട്ടെ റബ്ബർ തോട്ടത്തിലുള്ള ആൾവാസമില്ലാത്ത വീട്ടിലേക്ക് യാത്ര പുറപ്പെടുമ്പോഴും അലീന ചേച്ചി വിലക്കിയിരുന്നു. ഇതേ മുറിയിൽ താനെ വയറ്റിൽ കത്രിക കുത്തിക്കയറ്റി കുതിച്ചൊഴുകുന്ന ചോര ഇരു കൈപ്പത്തിയും കൊണ്ട് പൊത്തിപ്പിടിച്ചു നിൽക്കെ തന്നോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ഓർത്തു അവൻ. രക്ഷപ്പെട്ടു പൊയ്ക്കോ, ഇവിടെ നിൽക്കണ്ട. ഇവിടെ നടന്നത് എന്താണെന്ന് ഞാൻ ആരോടും പറയില്ല, പൊയ്ക്കോ. തനിക്ക് വേണ്ടിയായിരുന്നു അലീന ചേച്ചി ഏറെ കഷ്ടപ്പെട്ടതും ഏറ്റവും അധികം സങ്കടം അനുഭവിച്ചതും. തന്നെ കേസിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് അലീന ചേച്ചി ശരണ്യയുടെ വീട്ടിൽ പോയ സംഭവം ഇന്നും ഒരു ഉൾക്കിടിലത്തോട് മാത്രമേ ഓർക്കുവാൻ കഴിയുന്നുള്ളൂ. തനിക്ക് സുഖമില്ലാതിരുന്നപ്പോൾ ഒരമ്മയുടെ വാത്സല്യത്തോടെ തന്നെ പരിചരിച്ചു. തൻ്റെ മനസ്സിടിഞ്ഞു താണിരുന്നപ്പോൾ കൂടെ കൊണ്ടു നടന്ന് ആത്മവിശ്വാസം നൽകി. അലീന ചേച്ചിയുടെ ത്യാഗസന്നദ്ധയും സ്നേഹപൂർണമായ ശിക്ഷണവും ഇല്ലാതിരുന്നുവെങ്കിൽ തൻ്റെ ജീവിതം നാശഗർത്തത്തിൽ ചെന്ന് പതിക്കുമായിരുന്നു. രോഹിത് കമ്പ്യൂട്ടറിലെ ചിത്രങ്ങളെല്ലാം ഓരോന്നോരോന്നായി സെലക്ട് ചെയ്തു. തൻ്റെ തോളത്ത് കൈയിട്ട് അലീന ചേച്ചി ചിരിച്ചു നിൽക്കുന്ന പടങ്ങൾ രേവതിക്കുട്ടി ക്ലിക്ക് ചെയ്തതാണ്. എന്നിട്ട് അവളുടെ കമൻറ്റ് പറയുകയും ചെയ്തു. നല്ല അസല് ചേച്ചിയും അനുജനും, ഒറിജിനൽ തന്നെ, ഒരു സംശയവും വേണ്ട. അപ്പോൾ അലീന ചേച്ചി അവളെ ശാസനാപൂർവ്വം നോക്കിയതും രോഹിത് ഇപ്പോൾ ഓർത്തു. കണ്ടിട്ടും മതിവരാതെ അവൻ വീണ്ടും ആവർത്തിച്ച് ആ ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് എപ്പോഴോ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് അവൻ പോയി കിടന്നു. ആദ്യം മുതലെല്ലാം അവൻ മനസ്സിലിട്ട് പദം വരുത്തി ആലോചിച്ചു നോക്കി. അവനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവന് ദുഃഖവും അനുകമ്പയും തോന്നി. അത് വേറിട്ട് കാണേണ്ട പ്രശ്നമാണെന്ന് അവന് മനസ്സിലായി. കാടുകയറിയ ചിന്തകൾ മടങ്ങി വരുവാനും ഒന്ന് ശാന്തമാകുവാനും നേരം വെളുക്കുന്ന സമയമോളം എത്തി. അപ്പോഴാണ് അവനൊന്ന് മയങ്ങിയത്. ഉണർന്നപ്പോൾ ഏറെ വൈകി. അവൻ സിറ്റൗട്ടിലെത്തിയപ്പോൾ അച്ഛൻ പത്രവായന കഴിഞ്ഞിരുന്നു. ബാലചന്ദ്രമേനോനാകട്ടെ ഒന്നും സംഭവിക്കാത്തതുപോലെ അവനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. അവൻ തിരിച്ചു. നിന്റെ കണ്ണ് ചുവന്നിരിക്കുന്നു, നീ ഒട്ടും ഉറങ്ങിയിട്ടില്ലേ? ഉറങ്ങി. നീ വിഷമിക്കരുത്, അതിനുവേണ്ടിയാണ് ഞാൻ നിന്നോടെല്ലാം തുറന്നു പറഞ്ഞത്. അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛൻ എന്നെ അലീന ചേച്ചിയുടെ അടുത്തേക്കൊന്ന് കൊണ്ടുപോകാമോ? ബാലചന്ദ്രമേനോൻ വിസ്മയത്തോടെ അവനെ ഒന്ന് നോക്കി. ഇന്നോ? എനിക്കൊന്ന് കാണണോ അച്ഛാ? ഇല്ലെങ്കിൽ എൻ്റെ ചങ്കു പൊട്ടിപ്പോവും. അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ തുളുമ്പി താഴേക്ക് വീണു. ആ, കൊണ്ടുപോകാം, ശാന്തമാകുക. അയാൾ അലിവോടുകൂടി അവനെ വീണ്ടും പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഇന്ന് പോകാൻ പറ്റില്ല, നമുക്ക് നാളെ പോകാം. രോഹിത് പെട്ടെന്ന് തൻ്റെ കൈപ്പത്തി കൊണ്ട് മുഖം മറച്ച് വിതുമ്പി. അവൻ അവിടെ നിന്നുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കി. ബബിതയോ കൃഷ്ണമോളോ അമ്മയോ ആരെങ്കിലും ഈ കാഴ്ചകൾ കാണുന്നുണ്ടോ? ഇല്ല, ആരും കാണുന്നില്ല. ഒരു പ്രാവശ്യം കൂടി അവൻ കണ്ണുകൾ തുടച്ചതിന് ശേഷം വേഗത്തിൽ മുകളിലേക്ക് നടന്ന് അവൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. മഴത്തോരും മുൻപ് എന്ന ഈ പരമ്പര ഒരു സങ്കടക്കടലായി തുടർന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ പരന്നൊഴുകുവാൻ പോവുകയാണ്. ഇതിൻ്റെ സംഘർഷഭരിതമായ നിമിഷങ്ങളുടെ അടുത്ത ഭാഗത്തിനു വേണ്ടി വീണ്ടും നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ വീണ്ടും ബൈ.